ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ലോക ചാപ്റ്റർ 1 ചന്ദ്ര സിനിമയുടെ 40 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണല്ലോ. ഇന്നലെ സിനിമയുടെ 6ാമത്തെ തിങ്കളാഴ്ച ഉൾപ്പെടെയുള്ള കൃത്യമായ കേരള കളക്ഷൻ ഏറ്റവും പുതുതായി അപ്ഡേറ്റ് ആക്കപ്പെട്ടിരിക്കുന്നു. അത് പ്രകാരം ഇന്നലെ പ്രതീക്ഷ ലെവൽ റേഞ്ചിൽ തന്നെയാണ് സിനിമയുടെ കേരള കളക്ഷൻ. 25 ലക്ഷം രൂപയാണ് സിനിമയുടെ 6ാമത്തെ തിങ്കളാഴ്ച ദിവസത്തെ കേരള കളക്ഷൻ. അങ്ങനെ ലോകയുടെ ആകെ കേരള കളക്ഷൻ 40 ദിവസങ്ങൾ കൊണ്ട് 119 കോടി 25 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു. ഇന്നലെ 40ാം ദിവസത്തെ കൃത്യമായ വേൾഡ് വൈഡ് കളക്ഷൻ എസ്റ്റിമേറ്റ് റിപ്പോർട്ടുകൾ നിലവിൽ ലഭ്യമല്ല. 298 കോടി 50 ലക്ഷത്തിലേക്ക് സിനിമയുടെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് അടുക്കുന്നു എന്നാണ് അവസാനമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. കാത്തിരിക്കു കൂടുതൽ ലോക കളക്ഷനായിട്ട്. പൂജാവധി പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമകളിലെ വലിയ ഡിസാസ്റ്ററായ സിനിമയാണല്ലോ കരം. സിനിമ വിനീത് ശ്രീനിവാസന്റെ ത്രില്ലർ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണ്. ആദ്യ ഒരാഴ്ച കൊണ്ട് തന്നെ തിയേറ്ററുകളിലെ വാഷ് ഔട്ട് ആയ സിനിമയുടെ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നേരത്തെ റൂമേഴ്സ് ഉണ്ടായതുപോലെ 30 കോടിയിലേറെയല്ല സിനിമയുടെ ബഡ്ജറ്റ്. 16 കോടിയാണ് സിനിമയുടെ ബഡ്ജറ്റ് എന്നൊരു റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വർഷത്തെ ഡിസാസ്റ്റർ സിനിമകളിൽ ഒന്നായിട്ട് കരം എന്ന സിനിമ മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഈ വർഷത്തെ ഏറ്റവും വലിയ ഡിസാസ്റ്റർ സിനിമ ഇപ്പോഴും ഓടം കുതിര ചാടം കുതിര എന്ന സിനിമയാണെന്ന് പ്രത്യേകം അറിയിച്ചു കൊള്ളട്ടെ. ഫഹദിന്റെ സിനിമയ്ക്ക് 30 കോടിയിലേറെ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു. 3 കോടിയിൽ പരമായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള കളക്ഷൻ. ഏകദേശം 1 കോടിയിൽ പരം കേരള ഷെയർ മാത്രം നേടിയെടുത്ത സിനിമ അപ്പോൾ കേരളത്തിലെ ഈ വർഷത്തെ എന്നല്ല 2020 ശേഷമുള്ള ഏറ്റവും വലിയ ഡിസാസ്റ്റർ സിനിമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. നിലവിലെ സിനിമ നെറ്റ്ഫ്ലിക്സിൽ പ്രേക്ഷകർക്ക് കാണാം. സിനിമ കണ്ടവർ അഭിപ്രായങ്ങൾ പറയൂ.